ഹലോ, രമൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി മീൻകറിയുടെ അതേ ടേസ്റ്റിൽ കോവയ്ക്ക വെച്ചിട്ടൊരു കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക്. ഇത് രണ്ടുകൂടെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുകൂടിയാണ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി നമ്മളെ മെയിൻ സാധനം ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ഇത് നമ്മുടെ മിറ്റത്തുനിന്ന് പറിച്ചതാട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണിനുള്ള കറി എന്ന് പറയുന്നത് ഞങ്ങളുടെ മിറ്റത്തുനിന്ന് പറിച്ച കോവയ്ക്കയും മിറ്റത്തുനിന്ന് പറിച്ച കപ്പളങ്ങയും വെച്ചിട്ടൊരു തോരനും. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കറി. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ നീളത്തിലാട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ആവിയിലിരുന്നാണ് വേകുന്നത് ഇത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ കോവയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ അരച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 കൈപ്പിടി തേങ്ങയാണ്, ഒരു 4 ചെറിയുള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വന്ന അരപ്പിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളിയൊക്കെ ഇടുമ്പോഴാണല്ലോ നമുക്ക് മീൻകറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാനുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്കക്കറിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഇനി മീനൊന്നും കിട്ടിയില്ല, എന്താ ചെയ്യുക, എന്നാൽ മീൻകറി കൂട്ടുകയും വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവരും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു.